മോശം പെർഫോമൻസിൻ്റെ പീരീഡിൽ മാർക്കറ്റിൽ നിക്ഷേപം നിലനിർത്തിയിട്ടുള്ള ആളുകൾക്കും ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്കുമാണ് പിന്നീട് ഉണ്ടായിട്ടുള്ള ആ ഒരു ബുൾ തരംഗത്തിൻ്റെ ബെനിഫിറ്റ് ഉണ്ടായത്. അപ്പോൾ ലോങ് ടേം ഒരു 10 വർഷം 15 വർഷം 20 വർഷമൊക്കെ ആയിട്ട് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ ദേ ആർ നോട്ട് പെർട്ടർബ്ഡ് ബൈ ദിസ്, ദേ ആർ നോട്ട് അൺഹാപ്പി അബൌട്ട് ദിസ്. പ്രതിസന്ധി എന്നുള്ള വാക്ക് പ്രയോഗിക്കണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ലാർജ് ക്യാപ്സ് വേണം, മിഡ് ക്യാപ്സ് വേണം, സ്മോൾ ക്യാപ്സ് വേണം. വെൽക്കം ടു ജിയോജി സ്പോട്ട്ലൈറ്റ്. കഴിഞ്ഞ 20 മാസമായി വിപണികളിൽ നിന്ന് നെഗറ്റീവ് റിട്ടേണാണ് നിക്ഷേപകർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ SIP അടക്കം ആളുകൾ നിർത്തിപ്പോകുന്നു. അതോടൊപ്പം തന്നെ നിലവിലുള്ള ക്രൈസിസ് പരിഹരിക്കുന്നതിന് കേന്ദ്ര സർക്കാരും RBIയും കൈക്കൊള്ളുന്ന നടപടികൾ ഗുണകരമാകുമോ? ഇപ്പോൾ സ്മോൾ ക്യാപ്, മിഡ് ക്യാപ് തുടങ്ങിയവയുടെ വാല്യുവേഷൻ എങ്ങനെയാണ്? അതിൽ നിക്ഷേപിക്കാൻ അനുയോജ്യമായ സമയമാണോ? ഇക്കാര്യങ്ങളെല്ലാം വിലയിരുത്താൻ ജിയോജി ചീഫ് ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിസ്റ്റ് ഡോക്ടർ VK വിജയകുമാർ നമ്മോടൊപ്പം ചേർന്നു. വെൽക്കം സർ. താങ്ക് യു അഭിലാഷ്. സെപ്റ്റംബർ മുതൽ വിപണി താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 20 മാസമായി നിക്ഷേപകർക്ക് നെഗറ്റീവ് റിട്ടേണാണ് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപകർ അവരുടെ നിക്ഷേപം നിർത്തിവെക്കുകയോ റിഡീം ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വളരെ അനിശ്ചിതത്വം നിറഞ്ഞ ഈ വിഷമകരമായ സാഹചര്യത്തിൽ നിക്ഷേപകർക്ക് താങ്കൾക്ക് നൽകാനുള്ളൊരു ഉപദേശം എന്താണ്? ശരിയാണ്, കഴിഞ്ഞ 20 മാസക്കാലമായിട്ട് വിപണിയിൽ നിന്ന് നെഗറ്റീവ് റിട്ടേൺസാണ്. 2024 സെപ്റ്റംബർ മാസത്തിൽ 26,216 നിഫ്റ്റി. ഇപ്പോൾ 23,000 അറൗണ്ട് 23,000 അപ്പോൾ ഒരു 15.5% കറക്ഷൻ ഫ്രം ദി സെപ്റ്റംബർ 2024 ഹൈസ്. ഈ വർഷം അതേ നമ്മൾ ഇയർ ടിൽ ഡേറ്റ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 11.5% താഴെയാണ്. അപ്പോൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റും രണ്ടും കുറേ വെല്ലുവിളികളിലൂടെ കടന്നു പോകുന്നൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും മാർക്കറ്റിൻ്റെ പെർഫോമൻസ് മോശമാണ്. സോ നാച്ചുറലി ഇൻവെസ്റ്റേഴ്സ് ആർ അൺഹാപ്പി. താഴത്തേക്ക് പോകുന്ന സമയത്ത് സന്തോഷം ഉണ്ടാവില്ല, വിഷമം ഉണ്ടാവും, സ്വാഭാവികമാണ്. പക്ഷേ ഇൻവെസ്റ്റേഴ്സ് മനസ്സിലാക്കേണ്ട കാര്യം, ദിസ് ഈസ് ദ നേച്ചർ ഓഫ് ദ സ്റ്റോക്ക് മാർക്കറ്റ്. സ്റ്റോക്ക് മാർക്കറ്റ് റിട്ടേൺസ് ഒരിക്കലും ഒരു നേർരേഖയിലൂടെ പോണതല്ല. സ്റ്റോക്ക് മാർക്കറ്റ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ലീനിയർ അല്ല, സൈക്ലിക്കലാണ്. അപ്സ് ആൻഡ് ഡൗൺസ് ഉള്ള ഒരു സൈക്ലിക്കൽ പാറ്റേണിലാണ് എപ്പോഴും പോവുക. അപ്പോൾ നമുക്ക് 2020 കോവിഡ് ക്രാഷിന് ശേഷം 2024 സെപ്റ്റംബർ വരെ നല്ലൊരു ബുൾ റാലി ഉണ്ടായി. വൺ ഓഫ് ദ ബെസ്റ്റ് ബുൾ റാലീസ് ഇൻ ദ വേൾഡ്. 7,511 നിഫ്റ്റി മാർച്ച് 2020. അത് സെപ്റ്റംബർ ആയപ്പോഴേക്കും 26,216 സെപ്റ്റംബർ 2024 ആയപ്പോഴേക്കും. അതൊരു 245% റാലി ആയിരുന്നു. ഇൻവെസ്റ്റേഴ്സ് ബെനിഫിറ്റഡ് സബ്സ്റ്റാൻഷ്യലി. പക്ഷെ അതിന് ശേഷമാണ് ഈ കറക്ഷൻ ഉണ്ടായത്. ഏർണിങ്സ് ഗ്രോത്തിൽ താഴ്ച വന്നു. പിന്നെ ഗ്ലോബൽ ട്രേഡ് മുഴുവനും ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്റ്റോക്സിലേക്ക് പോയി. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യയിൽ വലിയ തോതിൽ വിൽക്കാൻ തുടങ്ങി. അതെല്ലാം പാടെയാണ് മാർക്കറ്റിൽ ഈ കറക്ഷൻ ഉണ്ടായത്. ഒരു കാര്യം ഇൻവെസ്റ്റേഴ്സ് മനസ്സിലാക്കണം, മാർക്കറ്റിൽ ഒരു കാര്യമായിട്ടൊരു കറക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു റിക്കവറി ഉണ്ടാവും. ചിലപ്പോൾ ദീർഘകാലം മാർക്കറ്റ് സ്റ്റാഗ്നേറ്റ് ചെയ്തു എന്ന് വരാം. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് നമ്മളുടെ വീഡിയോയിൽ തന്നെ. 1994 മുതൽക്ക് 2003 വരെയുള്ള 9 ഇയർ പീരീഡിൽ ഇൻഡെക്സ് ലെവലിൽ റിട്ടേൺസേ ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് എന്താ സംഭവിച്ചു? 2003 മുതൽക്ക് 2007 അവസാനം വരെയുള്ള പീരീഡിൽ 5 വർഷത്തിൽ മാർക്കറ്റ് 6 മടങ്ങ് വർദ്ധിച്ചു. 3,200 20,000 പോയി സെൻസെക്സ്. അപ്പോൾ ആ പീരീഡിൽ, മോശം പെർഫോമൻസിൻ്റെ പീരീഡിൽ മാർക്കറ്റിൽ നിക്ഷേപം നിലനിർത്തിയിട്ടുള്ള ആളുകൾക്കും ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്കുമാണ് പിന്നീട് ഉണ്ടായിട്ടുള്ള ആ ഒരു ബുൾ തരംഗത്തിൻ്റെ ബെനിഫിറ്റ് ഉണ്ടായത്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു റിമെയിൻ ഇൻവെസ്റ്റഡ് ഈവൻ ഡ്യൂറിങ് ഡിഫിക്കൽട്ട് ടൈംസ്. നിക്ഷേപകരുടെ പ്രതികരണം ഞാൻ വളരെയധികം ശ്രദ്ധിക്കാറുണ്ട്. 2 തരത്തിലുള്ള പ്രതികരണമാണ് എൻ്റെ അനുഭവത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഒന്ന്, ദീർഘകാലമായിട്ട് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ്. അവർക്ക് യാതൊരു പരിഭ്രമവുമില്ല. കഴിഞ്ഞ ആഴ്ച
എന്നെ കാണാനൊരു ഇൻവെസ്റ്റർ വന്നിരുന്നു. അയാളുടെ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു റിപ്പോർട്ടുമായിട്ടാണ് വന്നത്. എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താനുണ്ട് എന്ന് ചോദിക്കാൻ വേണ്ടിയാണ് വന്നത്. അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് 2010-11 വർഷത്തിലാണ്. 11-ലും 12-ലും 13-ലൊക്കെ നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്തു. ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് വിറ്റിട്ടില്ല, ബിസിനസ്സുകാരനാണ്. ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് 27 ലക്ഷമാണ്. കഴിഞ്ഞ ആഴ്ചത്തെ അദ്ദേഹം വന്ന സമയത്തുള്ള അതിൻ്റെ വാല്യൂ 1.51 കോടി രൂപയാണ്. ഈ മോശം മാർക്കറ്റിലെ കാര്യമാണ് പറയുന്നത്. കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് ഈ കാലഘട്ടത്തിൽ 15.1%. ദീസ് ആർ ഫാന്റാസ്റ്റിക് റിട്ടേൺസ്. അങ്ങോട്ട് യാതൊരു വിഷമവും ഉണ്ടായിരുന്നില്ല. ആ മാർക്കറ്റ് റിക്കവർ ചെയ്യും. ഇപ്പോൾ തൽക്കാലത്തേക്കുള്ള ഒരു 1 ഇയർ ഒരു നെഗറ്റീവ് റിട്ടേൺസിനെ കുറിച്ചൊന്നും പരിഭ്രമിക്കേണ്ടതില്ല എന്നുള്ളതാണ്. അപ്പോൾ ലോങ് ടേം ഒരു 10 വർഷം 15 വർഷം 20 വർഷമൊക്കെ ആയിട്ട് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ ദേ ആർ നോട്ട് പെർട്ടർബ്ഡ് ബൈ ദിസ്, ദേ ആർ നോട്ട് അൺഹാപ്പി അബൌട്ട് ദിസ്, ദേ കണ്ടിന്യൂ ടു ഇൻവെസ്റ്റ്, ദേ ഹോൾഡ് ഓൺ ടു ദെയർ ഇൻവെസ്റ്റ്മെൻറ്റ്സ്. പക്ഷെ അതേ സമയത്ത് കഴിഞ്ഞ ഒരു കോവിഡിന് ശേഷം മാർക്കറ്റിൽ വന്നിട്ടുള്ള ആളുകൾ അവരാണ് ഇപ്പോഴുള്ള മാർക്കറ്റിലുള്ള ഇൻവെസ്റ്റേഴ്സിൽ 75%. 2020 ഏപ്രിൽ മാസത്തിൽ 3 കോടി യുണീക്ക് അക്കൗണ്ട്സാണ് ഉണ്ടായിരുന്നത്, കൃത്യമായിട്ടുള്ള നിക്ഷേപകരുടെ എണ്ണം. ഇപ്പോൾ അത് 12 കോടിയാണ്. അപ്പം 3-ന്ന് 12 കോടി ആയപ്പോൾ ഉണ്ടായിട്ടുള്ള വർധനവ് 9 കോടിയാണ് വർധനവ്. അതായത് ഇപ്പോഴുള്ള ഇൻവെസ്റ്റേഴ്സ് 12 കോടിയിൽ 9 കോടി പുതുതായി വന്നിട്ടുള്ള ആൾക്കാരാണ്. അവർക്കാണ് പരിഭ്രമം മുഴുവനും. കാശ് പോയി എന്നുള്ള കാര്യം വിഷമത്തോടെ പറയണു. കടം വാങ്ങി, ഇപ്പോൾ ഇത്ര രൂപ കടമാണ്. നമ്മുടെ ഒരു ഇൻവെസ്റ്റർ, ഏതോ ഒരു നമ്മൾ ഓഡിയോ കണ്ട ഇൻവെസ്റ്റർ പറഞ്ഞതാണ് 29 ലക്ഷം രൂപ കടം വാങ്ങിയെന്ന് ഒരിക്കലും മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യരുത്. ചില ആൾക്കാർ പറയണു ഇനി ഇൻവെസ്റ്റ് ചെയ്ത കാശ് തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ മാർക്കറ്റ് വിടും. അതൊക്കെ ഈ ന്യൂബീസ് എന്ന് പറയുന്ന അടുത്ത കാലത്ത് മാർക്കറ്റിൽ വന്നിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ റിയാക്ഷനാണ്. അപ്പോൾ മാർക്കറ്റിൽ നമ്മൾ ചെയ്യേണ്ടത് ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് പ്രധാനമായിട്ട് പറയാറുള്ളത്. സോ കണ്ടിന്യൂ ടു റിമെയിൻ ഇൻവെസ്റ്റഡ്. ഇഫ് പോസിബിൾ കണ്ടിന്യൂ ടു ഇൻവെസ്റ്റ് ത്രൂ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻസ്. അതിനെക്കുറിച്ച് മാത്രം നമുക്ക് പ്രത്യേകം സംസാരിക്കാം, കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മ്യൂച്വൽ ഫണ്ടിലെ SIPs. ഇതാണ് പറയാനുള്ള ഒരു രത്നച്ചുരുക്കം, ഒരു സമ്മറി അതാണ്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന റിസർവ് ബാങ്കിൻ്റെ അവലോകന യോഗത്തിന് ശേഷം റിസർവ് ബാങ്ക് രാജ്യത്തിൻ്റെ വളർച്ചാ നിരക്ക് കുറയുമെന്നും അതോടൊപ്പം തന്നെ പണപ്പെരുപ്പ നിരക്ക് ഉയരുമെന്നുമുള്ള ചില നിരീക്ഷണങ്ങൾ പങ്കുവച്ചു. ഇതോടൊപ്പം തന്നെ രൂപയുടെ മൂല്യം താഴേക്ക് പോവുകയും ചെയ്യുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരും റിസർവ് ബാങ്കും കൈക്കൊള്ളുന്ന നടപടിക്രമങ്ങൾ ഈ ഒരു പ്രതിസന്ധിയിൽ നിന്ന് രാജ്യത്തെ കരകയറ്റും, നിക്ഷേപകർക്ക് അനുകൂലമായൊരു സാഹചര്യം വരും എന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? പ്രതിസന്ധി എന്നുള്ള വാക്ക് പ്രയോഗിക്കണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. വി ആർ ഗോയിങ് ത്രൂ ഡിഫിക്കൽട്ട് ടൈംസ്, വി ആർ ഗോയിങ് ത്രൂ ചലഞ്ചസ്. അതിൽ തർക്കമൊന്നും തന്നെയില്ല. ഇപ്പോൾ അഭിലാഷ് പറഞ്ഞു RBI അവരുടെ മോണിറ്ററി പോളിസിയിൽ ഇൻഫ്ലേഷൻ നിരക്ക് വർദ്ധിപ്പിച്ചു. 4.6% ഈ FY27 ഇൻഫ്ലേഷൻ ടാർഗറ്റ്. ഇതിന് മുമ്പത്തെ പോളിസിയിൽ അത് 5.1 വർദ്ധിപ്പിച്ചു. GDP ഗ്രോത്ത് റേറ്റ് 6.9% FY27 എന്നുള്ളതായിരുന്നു ഇതിന് മുമ്പത്തെ പ്രൊജക്ഷൻ. അതിപ്പോൾ 6.6% കുറച്ചിട്ടുണ്ട്. രൂപയത് ഈ വർഷം തുടങ്ങുന്ന സമയത്ത് $1 90 രൂപയായിരുന്നു. ഇപ്പോൾ അത് 95 രൂപ 60 പൈസ അപ്രോക്സിമേറ്റ്ലി ആ റേഞ്ചിലാണ് ട്രേഡ് ചെയ്യുന്നത്. സോ റുപ്പി ഹാസ് ഡിപ്രീഷിയേറ്റഡ് ബൈ 6% ഇൻ ദി 5.5 months സോ ഫാർ. അപ്പോൾ അതൊരു ചലഞ്ചാണ്. പക്ഷേ അതൊരു ക്രൈസിസ് എന്നൊന്നും വിശേഷിപ്പിച്ചുകൂടാ. ഇപ്പോൾ RBI തന്നെ എസ്റ്റിമേറ്റ്സ് 6.6% GDP ഗ്രോത്ത്. ഇന്ത്യ വിൽ ബി വൺ among the fastest growing economies of the world. And if you take the large economies, India will be the fastest growing large economy in the world. അതൊരു ക്രൈസിസ് റിഡൻ ഇക്കോണമിയിൽ സംഭവിക്കുന്ന കാര്യമല്ല. ഇൻഫ്ലേഷൻ പോലെ കഴിഞ്ഞ വർഷമൊക്കെ ഇൻഫ്ലേഷൻ വളരെ കുറവായിരുന്നു, ഇക്കൊല്ലം കൂടുതലായിരിക്കും. എങ്കിലും 5.1% ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ക്രൈസിസ് സിറ്റുവേഷൻ അല്ല. റുപ്പി ഡിപ്രീസിയേഷൻ ഒരു പ്രോബ്ലം ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അതിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് RBIയും അന്ന് തന്നെ ഗവൺമെൻറ്റും ചില പുതിയ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയത്. അതിനുശേഷം റുപ്പി ഒന്ന് സ്റ്റെബിലൈസ് ചെയ്തിട്ടുണ്ട്. മെയ് 20 96 രൂപ 96 പൈസ എന്നുള്ള ആ ലെവലിലെത്തിയതായിരുന്നു, 96.96.
അത് പിന്നീടൊന്ന് സ്റ്റെബിലൈസ് ചെയ്ത് 95 വന്നു. ഫർദർ വലിയൊരു ഡിപ്രീസിയേഷൻ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. അൺലെസ് ക്രൂഡ് ഷൂട്ട്സ് അപ്പ് നമുക്ക് പറയാൻ കഴിയില്ല. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ആദ്യം ഗവൺമെൻറ് ഒരു പ്രഖ്യാപനം നടത്തി, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഗവൺമെൻറ് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ടാക്സ് എക്സെംപ്റ്റഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ ബോണ്ടുകൾ വാങ്ങലും വിൽപ്പനയും നടത്തുന്ന സമയത്തുണ്ടാവുന്ന ക്യാപിറ്റൽ ഗെയിൻസിന് എക്സെംപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കൂടുതൽ ഇൻസെൻറ്റീവാണ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ ബോണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ. അതൊരു ഓർഡിനൻസിലൂടെയാണ് നടപ്പാക്കിയിരിക്കുന്നത്. അന്ന് തന്നെയാണ് RBIൻ്റെ പുതിയ പ്രഖ്യാപനങ്ങൾ വന്നിട്ടുള്ളത്. അത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ബാങ്കുകൾ അവരുടെ FCNRB ഡെപ്പോസിറ്റ്സ്, ഫോറിൻ കറൻസി നോൺ റെസിഡൻറ്റ് ബാങ്ക് ഡെപ്പോസിറ്റ്സ്, അതിൽ സാധാരണ ഒരു 3%, 3.25%ഒക്കെയാണ് പലിശ കൊടുക്കുക ബാങ്കുകൾ. കാരണം അതിൽ ഫോറിൻ കറൻസി റിസ്ക് ഉണ്ട്. അതുകൊണ്ട് അപ്പോൾ റിസർവ് ബാങ്കിൻ്റെ പുതിയ പ്രഖ്യാപനം ഈ ഫോറിൻ കറൻസി റിസ്കിനെ സാധാരണ ബാങ്കുകൾ ഹെഡ്ജ് ചെയ്യുക ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിൽ. ആ ഹെഡ്ജ് ചെയ്യേണ്ട കോസ്റ്റ് മുഴുവനും റിസർവ് ബാങ്ക് വഹിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം ആ എക്സ്ചേഞ്ച് റേറ്റ് റിസ്ക് ഇല്ല. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഒരു 6% പലിശ കൊടുക്കാൻ പറ്റും, 6.25% തന്നെ പലിശ കൊടുക്കാൻ പറ്റും. അങ്ങനെ വലിയ തുക സമാഹരിക്കാൻ സാധിക്കും. ഇതുവഴി വലിയ തുക സമാഹരിക്കാൻ സാധിക്കും. മറ്റേതിൽ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം അമേരിക്കയിലത്തെ 10-year ബോണ്ട് ഈൽഡൊക്കെ 4.5% നിൽക്കുന്ന സമയത്ത് ഇന്ത്യൻ ഗവൺമെൻറ് ബോണ്ട്സിൽ മാസീവായിട്ട് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യും എന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. കുറച്ചൊക്കെ ഉണ്ടാവും. പക്ഷേ FCNRB ഡെപ്പോസിറ്റ്സ് ഇന്ത്യൻ ബാങ്ക്സിന് നന്നായിട്ട് മൊബിലൈസ് ചെയ്യാൻ സാധിക്കും, കറൻസി ഇല്ല, റിസ്ക് ഇല്ലാത്തതുകൊണ്ട്. അതുപോലെ തന്നെ എക്സ്റ്റേണൽ കമേഴ്സ്യൽ ബോറോയിങ്സ്, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് ഒക്കെ എക്സ്റ്റേണൽ കമേഴ്സ്യൽ ബോറോയിങ്സ് അവർക്ക് നടത്താം. അതിലും കറൻസി സ്വാപ്പ് ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ട്. പിന്നെ എക്സ്പോർട്ടേഴ്സ് അവരുടെ ഫോറിൻ എക്സ്ചേഞ്ച് ഏർണിങ്സ് 15 മാസത്തിനുള്ളിൽ നാട്ടിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത് 9 മാസം ആക്കി ചുരുക്കിയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് കൂടുതൽ ഫോറിൻ എക്സ്ചേഞ്ച് റിസീപ്റ്റ്സ് ഇന്ത്യയിലേക്ക് ഉണ്ടാവും. ഈ ഒരു പൊതുവേ എക്സ്പേർട്സിൻ്റെയൊക്കെ ഒരു എസ്റ്റിമേറ്റ് ഒരു $50 ബില്യൺ മുതൽക്ക് $60 ബില്യൺ വരെ പണം മൊബിലൈസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഇത് ഈ $60 ബില്യൺ ഇന്ത്യൻ്റെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സിലുള്ള കമ്മി. അപ്പോൾ അത് ഈ ഒരു ഫോറിൻ ഇൻഫ്ലോസ് കൂടെ നമുക്ക് ഫൈനാൻസ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ പിന്നെ റുപ്പി ഷുഡ് സ്റ്റെബിലൈസ്. അതാണ് എൻ്റെ ഈ പോളിസി ഇനീഷ്യേറ്റീവ്സിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവാൻ പോകുന്നത്. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ കണ്ടിന്യൂസ് ആയ സെൽ ഈ ലാർജ് ക്യാപ് സ്റ്റോക്കുകളുടെ വാല്യുവേഷൻ അട്രാക്റ്റീവ് ആക്കിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ മിഡ് ക്യാപ്പിൻ്റെയും ലാർജ് ക്യാപ്പിൻ്റെയും ഇപ്പോഴത്തെ ഒരു വാല്യുവേഷൻ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇതിൽ നിക്ഷേപിക്കാൻ അനുയോജ്യമായൊരു സമയമാണോ ഇപ്പോൾ? വാല്യുവേഷൻസ് ഇപ്പോൾ ഇന്ത്യയിൽ ലാർജ് ക്യാപ്പ് വാല്യുവേഷൻസ് ഫെയർ ആണെന്ന് പറയാം. ട്രെയിലിംഗ് പ്രൈസ് ഏർണിംഗ് മൾട്ടിപ്പിൾ ഇപ്പോൾ FY26 ഏർണിങ്സിൻ്റെ ബേസിട്ടുള്ള ട്രെയിലിംഗ് PE ഈസ് 20. ചീപ്പ് എന്ന് പറഞ്ഞുകൂടാ, വാല്യുവേഷൻസ് ആർ നോട്ട് ചീപ്പ്, ഫെയർ ആണ്. പക്ഷെ അതിൽ തന്നെ നമ്മൾ ലാർജ് ക്യാപ്സിൽ നോക്കുകയാണെങ്കിൽ FIIs മാസീവായിട്ട് വിറ്റിട്ടുള്ള ലാർജ് ക്യാപ്പ് ബാങ്ക്സിൻ്റെ വാല്യുവേഷൻസ് ഹിസ്റ്റോറിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 10-20 വർഷത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും ലോവസ്റ്റ് വാല്യുവേഷൻസാണ്. അത് ലോവസ്റ്റ് വാല്യുവേഷൻസും പ്രൈസും കുറയാനുള്ള കാരണം നോട്ട് ബിക്കോസ് ദീസ് ബാങ്ക്സ് ആർ ഡൂയിങ് ബാഡ്ലി, ദേ ആർ ഡൂയിങ് വെരി വെൽ. ഏർണിങ്സ് പെർ ഷെയർ, ബുക്ക് വാല്യൂ ഒക്കെ ഹിസ്റ്റോറിക്കൽ ആവറേജസിനേക്കാളും വളരെ അട്രാക്റ്റീവാണ്. പക്ഷേ FIIസിൻ്റെ മേജർ ഹോൾഡിങ്സ്, അവരുടെ അസറ്റ്സ് അണ്ടർ കസ്റ്റഡിയിലെ മേജർ പാർട്ട് ഇതായത് കാരണം അവർക്ക് സൗത്ത് കൊറിയയിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ തായ്വാനിൽ ഇൻവെസ്റ്റ് ചെയ്യണം, TSMC ഷെയർ വാങ്ങിക്കണം, സാംസങ് വാങ്ങിക്കണം, SK ഹൈനിക്സ് വാങ്ങിക്കണം എന്ന് പറയുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി ഏതാണോ, ഒരു ദിവസം 5000 കോടി, 7000 കോടി, 8000 കോടിയൊക്കെ വിൽക്കാൻ പറ്റുന്നത് ഏതാണോ അത് വിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ സെഗ്മെൻറ്റ് അട്രാക്റ്റീവ് വാല്യുവേഷൻസാണ്. പിന്നെ നമ്മൾ മിഡ് ആൻഡ് സ്മോൾ ക്യാപ്സിലേക്ക് വരികയാണെങ്കിൽ അവിടെ വാല്യുവേഷൻസ് കൂടുതലാണ്. മിഡ് ക്യാപ്സിലെ ട്രെയിലിംഗ് PE 29, സ്മോൾ ക്യാപ്സിലെ PE റേഷ്യോ 33. സോ വാല്യുവേഷൻസ് ആർ എക്സ്പെൻസീവ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അവിടെ വാല്യുവേഷൻസ് കൂടുതലായി നിൽക്കാനുള്ള കാരണം ഈ സെഗ്മെൻറ്റിൻ്റെ ഏർണിങ്സ് മെച്ചപ്പെട്ടതാണ്. ഏർണിങ്സ് ആർ വെരി ഗുഡ്. മിഡ് ക്യാപ്സിൻ്റെ FY26 ഏർണിങ്സ് ഗ്രോത്ത് 21% ദാറ്റ് ഈസ് വെരി ഗുഡ്. സ്മോൾ ക്യാപ്സിൻ്റെ 24% അത് ചില പ്രത്യേക സെഗ്മെൻറ്റിലൊക്കെ തന്നെ
നല്ല ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഹൈ വാല്യുവേഷൻസ് സസ്റ്റെയിൻ ചെയ്യുന്നത്. ഒരു കറക്ഷൻ ഉണ്ടായി ഈ സ്മോൾ ആൻഡ് മിഡ് ക്യാപ്സിൽ, അതിനുശേഷം ഇപ്പോൾ അതിൻ്റെ വാല്യുവേഷൻസ് വീണ്ടും ഒരു ഭേദപ്പെട്ട നിലയിൽ ഉയർന്നു നിൽക്കുന്നത് അത് അതിൻ്റെ ഏർണിങ്സ് ഗ്രോത്തും നല്ലതായതുകൊണ്ടാണ്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് എപ്പോഴും എല്ലാ ക്യാപ്സിലും ഇൻവെസ്റ്റ് ചെയ്യണം. ലാർജ് ക്യാപ്സ് സേഫാണ്. മിഡ് ആൻഡ് സ്മോൾ ക്യാപ്സിൽ ചിലപ്പോൾ എന്തെങ്കിലും ക്രാഷ് വരികയാണെങ്കിൽ വലിയ കറക്ഷൻ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടൊരു ഫ്ലെക്സി ക്യാപ്പ് അപ്രോച്ചാണ് നേരിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും മ്യൂച്വൽ ഫണ്ടിലൂടെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും ഐഡിയലായിട്ട് വേണ്ടത്. ലാർജ് ക്യാപ്സ് വേണം, മിഡ് ക്യാപ്സ് വേണം, സ്മോൾ ക്യാപ്സ് വേണം. അതിൽ ഗ്രോത്ത് സെഗ്മെൻറ്റ്സ് ഒക്കെ നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അതായിരിക്കണം ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി. മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കരുത്, റിമെയിൻ ഇൻവെസ്റ്റഡ്. കാരണം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് പോലെ മാർക്കറ്റ്സ് ഹാവ് ആൻ അൺകാനി എബിലിറ്റി ടു സർപ്രൈസ്. അപ്രതീക്ഷിതമായിട്ടുള്ള സമയത്തായിരിക്കും ഒരു റീബൗണ്ട് ഉണ്ടാവുക. അതിൻ്റെ ഗുണം കിട്ടണമെങ്കിൽ യു ഷുഡ് റിമെയിൻ ഇൻവെസ്റ്റഡ് ആൻഡ് കണ്ടിന്യൂ ടു ഇൻവെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു അഭിലാഷ്.